ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്മി വൈസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 2 ദിവസമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലും മെസ്സേജിലും ഒക്കെ വരുന്നുണ്ട്, റീനമ്മേൻ്റെ കൂടെയുള്ള വീഡിയോസ് ഇട്, ലോങ് വീഡിയോ ഇട്ട് ചേച്ചി ചെയ്യുന്നിട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ലേഗ് അടുപ്പിക്കുന്നില്ല. ഓക്കെ, ഞങ്ങളിതങ്ങനെ കാത്തിരിക്കുന്നത് അമ്മേനൊക്കെ തന്നെ കേട്ടോ. അമ്മയെ ഉണ്ണിച്ചനൊന്നും എത്തുന്നില്ലല്ലോ, ഇതെന്ത് എത്താത്തതെന്ന് ആലോചിക്കാൻ. നല്ല മഴയുണ്ടായിരുന്നു ഇടയ്ക്ക് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ മുന്നിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. അവർ വരുന്നുണ്ടോ നോക്കിയിട്ട് നോക്കി ഇരുന്ന് എൻ്റെ അല്ലൂട്ടനാണെങ്കിൽ ഉറങ്ങിപ്പോയിട്ടോ. തുമ്പമ്മ ഉറങ്ങിയിട്ടില്ല, അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ വരട്ടെ. അവർ ഉണ്ണിയച്ഛൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, അപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. സ്വന്തം നഖത്തിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിച്ചത്, കണ്ണിലങ്ങ് കുത്തിപ്പോയി ഗൈസ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ തുമ്പമ്മ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയച്ഛൻ ഇറങ്ങിയ പാടുക നേരെ ബെല്ലേൻ്റെ അടുത്തൊക്കെ പോയി ഷെയ്ക്കാൻ്റെ കൊടുക്കണേ. ഞാൻ അപ്പോഴേ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഉണ്ണിച്ചാ നോ ഷെയ്ക്കാൻ്റെ ഒന്നും പോയി കൊടുക്കല്ലേ, കാരണം ബെല്ല എപ്പോഴാണ് പണി തരികയെന്ന് അറിയില്ല. കാരണം എനിക്ക് ബെല്ലിനെ പേടിയാണ്. എനിക്ക് വേണ്ടി ഇപ്പോൾ എല്ലാവരും പേടിക്കണമെന്നില്ലല്ലോ. അങ്ങനെ ആര്യനെ കണ്ടപാട് തുമ്പമ്മ വേഗം ഓളം ഒക്കത്ത് കയറിയിട്ടാം. പിന്നെ അമ്മയും ഉണ്ണിയച്ഛനൊക്കെ ഇപ്പോൾ ലേറ്റ് ആകാൻ കാരണം ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നിട്ട് അതേ സമരമുള്ള ദിവസമല്ലായിരുന്നു, അന്ന് പുലർച്ചയ്ക്കാണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ അമ്മയ്ക്ക് ബാങ്കിലൊക്കെ പോകാണ്ട്. ഞാൻ ബാങ്കിലൊക്കെ പോയി, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെയും കൂട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് എവിടെയും പോകുകയിൽ നടക്കില്ല. അപ്പോൾ അമ്മ ബാങ്കിലൊക്കെ പോയി അക്ഷയയിൽ എന്തൊക്കെ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഉണ്ണിയച്ഛൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു, അവിടെയും കൂടെ കയറിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് ഉണ്ണിയച്ഛൻ ബെല്ലേൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്, ബെല്ല ഷെയ്ക്കാൻ എന്തൊക്കെയോ കൊടുക്കണം തോന്നുന്നു. അപ്പോൾ നേരെ വന്നേ. അപ്പോൾ ഉണ്ണിയച്ഛനെ കണ്ടപ്പോൾ തുമ്പിക്ക് ആകെ ഒരു നാണം കേട്ടോ. അതുകൊണ്ടോ മുഖമൊക്കെ ഭയങ്കര ഇങ്ങനെ ചെളുപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒന്ന് വീഡിയോ കോളിൽ ഭയങ്കര വർത്താനാണല്ലോ. അപ്പോൾ ഇവിടെ നേരിട്ട് കണ്ടപ്പോൾ ഒരു കുട്ടിയുടെ ഒരു നാണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേഗം പോവുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ വെച്ചാൽ ദിവസവും കാണുന്നതല്ലേ, അപ്പോൾ പിന്നെ അവർക്ക് അറിയാലോ. അങ്ങനെ നേരെ പോയി. അല്ലുട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. ഇനി അല്ലുട്ടൻ കണ്ടാൽ വണ്ടടിച്ചു. അങ്ങനെ ഉറക്കത്തുനിന്ന് കണ്ണുറന്ന് കാണുന്ന അമ്മമ്മേനെ ആയിരിക്കുമല്ലോ. അങ്ങനെ തുമ്പീനെ കുറച്ച് നേരമൊക്കെ ഇവിടുന്ന് കളിപ്പിച്ച് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ നേരം വൈകിയെന്നൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ കുറച്ച് പറഞ്ഞ് അതന്നെ. പിന്നെ അവിടെ വന്നിരുന്ന് തുമ്പമ്മ അവിടെ ഓളെ അമ്മച്ചൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മ വേഗം കയറിപ്പോയി അമ്മ അല്ലൂട്ടൻ്റെ അടുത്ത് എത്തിയിട്ടോ. അതല്ലെങ്കിലും പേരക്കുട്ടികളിൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാവുന്ന പേരക്കുട്ടീനോട് എല്ലപ്പോഴും അല്ലേ ഗ്രാൻഡ് പാരൻസിനോട് പ്രത്യേക ഇഷ്ടമായിരിക്കും. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കാണെങ്കിലും എൻ്റെ അച്ഛനായിരുന്നെങ്കിലും അല്ലൂസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വികാരമാണ്. അല്ലൂസ് കഴിഞ്ഞിട്ടേ ആരുള്ളൂ എന്ന് എപ്പോഴും പറയാം. ഇപ്പോൾ തുമ്പീനെ ഇഷ്ടമുള്ളതുണ്ടല്ല, പക്ഷെ എന്നാലും അല്ലൂസിനോട് ആ ഒരു പ്രത്യേക ഒരു ഇഷ്ടം. ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആണെങ്കിലും സങ്കടപ്പെട്ട വല്ലാത്തൊരു വിഷമമാണ്. തുമ്പീനോട് ഇല്ലാന്നല്ല കേട്ടോ ഞാൻ പറയണമെങ്കിൽ മനസ്സിലാവല്ലോ. അപ്പം എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പം എൻ്റെ അമ്മമ്മയ്ക്ക് അമ്മച്ചനാണെങ്കിലും പേരക്കുട്ടികൾ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക, ഒരു പൊടിക്കൊരിത് നമ്മളോട് ആദ്യം ഉണ്ടാകുന്ന പേരക്കുട്ടികളോട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഗ്രാൻഡ് പാരൻസിന് എസ്പെഷ്യലി. പാരൻസിന് എപ്പോഴും എല്ലാ മക്കളും ഒരുപോലെ ഇരിക്കും, പക്ഷേ ഗ്രാൻഡ് പാരൻസിന് കുറച്ചൊരു പ്രയോറിറ്റി ഫസ്റ്റത്തെ കുട്ടിയൊക്കെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അല്ലോട്ട് അത് ഉറക്കത്ത് എണീറ്റിട്ട് അമ്മ എന്തൊക്കെയാണ് പറയുന്നുണ്ട്, വാ അവിടെ വാ എന്തൊക്കെയാ നോക്ക്, നമുക്ക് അത് വാങ്ങാൻ പോകണ്ടേ ഇത് വാങ്ങാൻ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കത്തിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് അവിടെ പോയിട്ട് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ആകെ ഒരു സങ്കടം, മക്കളെ കാണാൻ പറ്റുന്നില്ലല്ലോ. കാരണം ഇവിടെ ആകുമ്പോൾ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മക്കളെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മക്കളെ കാണാൻ പറ്റുന്നു. ഇപ്പോൾ ഇളയമ വന്നപ്പോൾ ഇളമനെ വർത്താൻ പറഞ്ഞ് അച്ഛനോടൊക്കെ പോയി വർത്താൻ പറയണം കേട്ടോ. അപ്പം പറഞ്ഞത് എന്താണ്, ഇവിടെ അമ്മ അവിടെ ഉണ്ടാകുന്ന സമയത്തേ മക്കളെ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നല്ലോ. ഇപ്പോൾ ഇത്രയും ദൂരം ആയതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല. ദിവസം വീഡിയോ കോൾ വിളിച്ചിട്ട് കാണും. ഉണ്ണിയച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കുറേ നേരം വർത്താനൊക്കെ പറയുന്നാലും നേരിട്ട് കാണാൻ പറ്റാത്തൊരു സങ്കടം അമ്മയ്ക്ക് എപ്പോഴും അമ്മ പറയും കേട്ടോ. അങ്ങനെ വന്ന് അല്ലൂട്ടനെയും തുമ്പീനെയും ഒക്കെ കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്കൊരു സന്തോഷമായിട്ടോ. ഞങ്ങളെ കണ്ട സന്തോഷം ഇല്ല എന്നല്ല, എന്നാലും അവരെ കണ്ടാലാണല്ലോ അമ്മയ്ക്ക് കൂടുതൽ സന്തോഷം. നമ്മളൊക്കെ എന്ത് അല്ലേലും നമുക്ക് കുട്ടികളുണ്ടായാൽ പിന്നെ നമ്മളെ സ്ഥാനം പുറത്താണെന്നറിയുന്ന കണക്കാണ് ഗൈസ്. അങ്ങനെ അല്ലൂട്ടൻ വേഗം അമ്മമ്മേൻ്റെ ഉക്കത്തങ്ങോട്ട് കയറിയിട്ട് അമ്മയ്ക്ക് ഉമ്മച്ചിട്ട് മതിയാവില്ലായിരുന്നു അല്ലേ. അപ്പം ഞാനിത് അവിടെ ചായ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. നമ്മൾ നൈറ്റിലേക്കാണ് ഫുഡ് സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ. ചപ്പാത്തി വെള്ളയപ്പം ഒക്കെ ഓർഡർ ചെയ്തതാണ്. ചിക്കൻ കറി ഉഷമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകട്ടോ. ഇന്ന് വ്യാഴാഴ്ച. അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ എന്നും ഇവിടെ അമ്പലത്തിൽ പോകും. കഴിഞ്ഞൊരു ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തുടരെയുള്ള ചോദ്യമാണ്, ഇത് എവിടെയാണ് സ്ഥലം ചേച്ചി എന്ന് ചോദിച്ചിട്ട്. ഞാനൊരു അമ്പലത്തിൽ നിന്ന് വയലറ്റ് സാരി എടുത്തിട്ടൊരു വീഡിയോ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞെടുത്തായിരുന്നു എൻ്റെ വീടിനടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണ് അത് എന്നുള്ളത് കേട്ടോ. എൻ്റെ വൈശാഖിനൊക്കെ കല്യാണം കഴിഞ്ഞ അമ്പലമാണ് നരസിംഹക്ഷേത്രം തലപ്പെരുമണ്ണ കേട്ടോ. ലക്ഷ്മി നരസിംഹക്ഷേത്രം തലപ്പെരുമണ്ണ. അപ്പം അവിടെയാണ് എല്ലാ വ്യാഴാഴ്ചയാണ് ഇവിടെ പൂജ. അപ്പോൾ അവിടേക്കാണ് അമ്മയും അച്ഛനും പോണത് കേട്ടോ. അപ്പോൾ അവർ പോയി വരുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ഒന്ന് പുറത്ത് പോകണം. ഒന്നുമില്ല, അല്ലൂട്ടൻ കുറേ കാലമായിട്ടുള്ള അവൻ്റെ ആഗ്രഹമാണ് ഒരു വണ്ടി വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട്. അപ്പം ഞാൻ വേഗം ചായയൊക്കെ എടുത്തിട്ട് കൊടുക്കാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവർ മിഠായി പൊളിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെ കാണുമ്പോണ്ടല്ലോ നമുക്ക് എവിടെ നിന്നാണ് ഒരു എനർജി വരിക എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലേ. അത് സത്യമാണ്. കാരണം വെച്ചാൽ അമ്മ അവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ വീട്ടിൽ പോണതാണെങ്കിലും
ഇനി ഇങ്ങോട്ട് വരുന്നതാണെങ്കിലൊക്കെ എനിക്കൊരു സ്ട്രെങ്ത് ആയിരുന്നു എന്ന് മനസ്സിലായത് അതില്ലാണ്ടായപ്പോഴാണ് കേട്ടോ. സത്യമായിട്ട് അതില്ലാണ്ടായപ്പോഴാണ് എനിക്ക് എന്തോ ഒരു സൈഡ് എനിക്കൊരു ബ്ലാങ്ക് ആയിട്ടൊരു ഫീൽ ചെയ്തത് അപ്പോഴാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും, പറയുന്നില്ല കേട്ടോ. പെട്ടെന്ന് കയറി വരുന്ന അമ്മച്ചൻ്റെ കുട്ടിയെ ചക്കാന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അമ്മച്ചനെ കുണ്ടപ്പാന്നൊക്കെ ആയിട്ട് വിളിക്കുക അച്ഛൻ. അപ്പോൾ അങ്ങനെ വിളിച്ചിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ശരിക്കും അമ്മച്ചൻ വന്നതെന്നൊരു ഫീൽ അല്ലൂനും അച്ഛനും അമ്മയും വന്നതെന്നുള്ളൊരു ഇത് എനിക്ക് വരും. എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്കൊരു അഹങ്കാരമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരുന്നുണ്ട്, ഞാൻ എപ്പോഴെപ്പോഴും അവിടെ പോകുന്നുണ്ട് എന്നുള്ളൊരിത്. പെട്ടെന്നാണ് എല്ലാം എങ്ങനെയൊക്കെയോ ആയത്. കാരണം വെച്ചാൽ അച്ഛൻ പോകുമ്പോൾ പ്രതീക്ഷിക്കാതെയുള്ള അച്ഛൻ്റെ ഒരു വിയോഗം. അത് കഴിഞ്ഞിട്ടിപ്പം അമ്മയുടെ കല്യാണം കഴിഞ്ഞ നല്ലൊരു കാര്യമാണ്. പക്ഷെ അമ്മ ദൂരേക്ക് പോയത് അതെനിക്ക് എന്നുവെച്ചാൽ കുറച്ച് ദൂരമല്ലേ, അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ദിവസവും വീഡിയോ കോൾ ചെയ്യും, നമ്മൾ സംസാരിക്കും, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല. അതെനിക്ക് വല്ലാത്തൊരു സങ്കടം കേട്ടോ. അമ്മയ്ക്കാണെങ്കിലും അതെ കേട്ടോ, മക്കളെ കാണാത്തതും ഞങ്ങളെ കാണാത്തതിനൊക്കെ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷേ ഉണ്ണിച്ചനാണെങ്കിൽ അമ്മയ്ക്ക് വരണമെന്ന് തോന്നുമ്പോൾ ഈ പറയിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിലും സന്തോഷവും സമാധാനവും ഉണ്ട്. കാരണം എനിക്ക് അമ്മേൻ്റെ കാര്യം അലച്ചിട്ട് ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയും കെയർ ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അത് അപ്പോൾ അമ്മേനെ മാത്രമല്ല, മക്കളുടെ അടുത്താണെങ്കിലും പിന്നെ ഞങ്ങളുടെ അടുത്താണെങ്കിലും ഒക്കെ ഉള്ളൊരു സംസാരവും കെയറിങ്ങും എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കാനും ഒരു ഗ്യാപ്പ് ഇടാതെ എല്ലാവരുടെ അടുത്തും ബിഹേവ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പോൾ അച്ഛനും ഉണ്ണിയച്ഛനും ഇതാ കുറേ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും പാടെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ആക്ച്വലി എനിക്ക് ആ ഒരു ഫീല് എപ്പോഴും ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഉള്ള ഹസ്ബൻഡ്സും പണ്ടത്തെ ഹസ്ബൻഡ്സും കുറേ ഡിഫറൻസ് ഉണ്ടാവും. എല്ലാവരും അല്ല പറയണത്, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് കമ്പാരിറ്റീവ്ലി കുറേ ഡിഫറൻസ് ഉണ്ട്. വെച്ചാൽ പണ്ടുള്ള ആൾക്കാർക്ക് ആണുങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഭാര്യനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയൊന്നും പല കാര്യങ്ങളും അറിയാത്തവരുണ്ട്, അറിയുന്നവരും ഉണ്ട്. ഇപ്പോഴത്തെ എനിക്ക് തോന്നി ഒരു 90% ആണുങ്ങളും പിന്നെ ഭാര്യയെ മാക്സിമം സപ്പോർട്ട് ചെയ്തും മക്കളെ നോക്കിയും എല്ലാ കാര്യത്തിലും ഈക്വൽ ഷെയർ തരുന്ന വ്യക്തികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അങ്ങനത്തെ ഒരാളായിട്ടാണ് എനിക്കും ഉണ്ണിയച്ഛനെ ഫീൽ ചെയ്തത് കേട്ടോ. കാരണം ഇപ്പം അമ്മയ്ക്കാണെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വയ്യായിക വരികയാണെങ്കിൽ അമ്മേൻ്റെ കാര്യത്തിൽ എല്ലാ കെയറും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മേൻ്റെ കാര്യത്തിന് ആലോചിച്ചിട്ട് സമാധാനം തന്നെയുള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ ആര് വന്നാലും പോയാലും ഇനി എന്താണെങ്കിലും എനിക്കെൻ്റെ കെട്ടിയവനെ അറിയിക്കണമെങ്കിൽ ഇതേ മാർഗ്ഗമുള്ളൂ അല്ലേ, വീഡിയോ കോൾ ചെയ്ത് ചേട്ടനെ വീഡിയോ കോൾ ചെയ്ത് എല്ലാവരും കാണിച്ചു കൊടുത്തിട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വല്ലാത്തൊരു മിസറി ആയിട്ട് ചില സമയം തോന്നും. കെട്ടിയവനടുത്തില്ല, അച്ഛനടുത്തില്ല, അമ്മയടുത്തില്ല. ഇപ്പം കേട്ടോ, പണ്ട് ഇപ്പോൾ ഏട്ടൻ നാട്ടിലില്ലെങ്കിൽ പോലും എനിക്ക് എന്തിനും ഓടിയെത്താൻ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും ഇങ്ങനെ അടുത്തടുത്തുണ്ടാകുമ്പോൾ എനിക്ക് എന്നാലും ഏട്ടൻ്റെ ഒരു ഭാഗം ഒരു ബ്ലാങ്ക് ആണ്, എന്നാലും എനിക്ക് എന്താ പറയുക, ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ എൻ്റെ വീട്ടിലുള്ള, അതായത് ഇവിടുത്തെ അച്ഛനും അമ്മയും ഒക്കെ എത്രയും സപ്പോർട്ട് ആയതുകൊണ്ട് എനിക്കത് അത്രയും ഫീൽ ചെയ്യുന്നില്ല. വൈശാട്ടിനും കൂടെ അടുത്തില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് പലതരത്തിലുള്ള ഒരു സങ്കടങ്ങളും കാര്യങ്ങളിലൂടെയൊക്കെ കേട്ടോ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏട്ടനും കൂടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന പല നിമിഷങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, പ്രവാസികളുടെ ഭാര്യമാർക്ക് എസ്പെഷ്യലി അത് നന്നായി മനസ്സിലാക്കാൻ പറ്റും. അമ്മേൻ്റെ അടുത്തേക്ക് ക്യാമറ വെച്ചതാ ഇങ്ങനൊരു പോക്കം കിട്ടിട്ട് കേട്ടോ. എല്ലാവരും പറയൂ ഷമ്മേനെ വീഡിയോയിൽ കാണിക്കണേ, ആഗ്രഹമില്ലാണ്ടല്ല സംഭവം വരണ്ടേ. പക്ഷെ എന്നാലും ഞാൻ അമ്മ ഒരു ഡാൻസ് കളിക്കാൻ കൂടുന്ന പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന് ഡാൻസ് കളിച്ചിരുന്നു കേട്ടോ. അത് ഞാൻ ഇട്ടിട്ടില്ല, അതുവരെ ഇടാട്ടോ. അയ്യോ അങ്ങോട്ട് നോക്ക് പ്ലീസ്. അപ്പൊ എന്നോട് പറയല്ലേ പ്ലീസ്, ഞാൻ കുപ്പായ മാറ്റാൻ പോട്ടെ. സങ്കട മോളെ, ഞാൻ പറഞ്ഞിട്ട് തുമ്പിനെ വിഷമിപ്പിക്കരുത്. തുമ്പി പാവാണ്, നല്ല കുട്ടിയാണ്, സുന്ദരിയാണ്. ഇപ്പൊ ചിരിക്കുന്നൊക്കെ അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇതാ വേഗം പോയി റെഡിയായി വന്നു കേട്ടോ. അല്ലുട്ടന് മാത്രമല്ല, അല്ലുട്ടനും തുമ്പിക്കും എന്ത് വാങ്ങിച്ചാലും 2 പേർക്കുവാണേ. അപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയും ഉണ്ണിയച്ഛനും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ മുക്കത്തേക്ക് പോവാണ് കേട്ടോ. ആക്ച്വലി ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. കാരണം അല്ലുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അച്ഛനും അമ്മയും കൂടെ വാങ്ങിച്ചു കൊടുത്തത് ഒരു ജീപ്പായിരുന്നു. ഞങ്ങളെ വീട്ടിലെ പേരൊക്കെ എഴുതിയിട്ടുള്ളത് ഒരു അടിപൊളി വൈറ്റ് ജീപ്പായിരുന്നേ. ആ ജീപ്പ് പിന്നെ അവന് വാങ്ങിച്ചു കൊടുത്തത് 2nd ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു അല്ലുവിൻ്റെ 3rd ബർത്ത്ഡേക്ക് നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന്. കാരണം ഞങ്ങളൊരു ദിവസം ഹൈലൈറ്റ് മാളിൽ പിക്ക് എടുക്കാൻ പോയ സമയത്ത് അല്ലൂസ് ഒരു ബൈക്കിലിരുന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതായിരുന്നു അച്ഛൻ മരിക്കണതിന് കുറച്ച് മുന്നേ അച്ഛൻ്റെ ഓട്ടോൻ്റെ സൈഡിൽ ഇങ്ങനെ ഗ്ലാസ് ഉണ്ടാവില്ലേ, അതിൽ വെക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുത്ത് അത് തിരിച്ചു വാങ്ങാൻ അച്ഛന് പറ്റിയില്ല. അതിൻ്റെ മുമ്പേ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. പക്ഷേ ആ പിക്ക് അച്ഛൻ അത്രയും ഫേവറേറ്റ് ആയിരുന്നു. ആ പിക്കിൽ ആ ബൈക്ക് കണ്ടപ്പോൾ തൊട്ടിട്ട് അച്ഛൻ പറയായിരുന്നു
ഇതുപോലൊരു ബൈക്ക് അല്ലൂട്ടന് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അന്നൊട്ടിട്ടേ ഉള്ള ഒരു അമ്മേൻ്റെ ആഗ്രഹമാണ് അല്ലൂന് എന്തായാലും ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന്. അങ്ങനെ ലാസ്റ്റ് ഗൈസ് ഇപ്രാവശ്യം അവർ വന്നപ്പോൾ പറഞ്ഞു അമ്മയും ഉണ്ണിച്ചനും കൂടെ അല്ലൂസിനൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. എവിടെ നിന്ന് വാങ്ങിക്കും എന്നുള്ളതായിരുന്നു ആദ്യം ഡൗട്ട് കേട്ടോ. പക്ഷേ ടൗണിലൊക്കെ പോയിട്ട് പിന്നെ ഈ സാധനം ഇവിടെ വീട്ടിലേക്ക് എത്തിക്കണ്ടേ, കാറിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പണി പറ്റുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ മുക്കത്താണ് തപ്പിയത്. അപ്പോൾ മുക്കത്ത് കളർ ബലൂൺ മുക്കം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പോൾ അവരുടെ പേജ് കണ്ടപ്പോൾ അത്യാവശ്യം കളക്ഷൻസ് ഉള്ള ഒരു ഇതായിട്ട് തോന്നി കേട്ടോ, ഷോപ്പായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവാണ്. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ഗൾഫ് ഗോൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളത് അവിടെയാണ് ഷോപ്പ് വരുന്നത് എന്നുള്ളത് കേട്ടോ. ഗൾഫ് ഗോൾഡ് പോയാൽ അല്ല, അതിൻ്റെ ഏതെങ്കിലും 7 അയലത്ത് പോയാൽ ഞങ്ങൾ കുട്ടേട്ടനെ കാണാതെ എവിടെയും പോകാറില്ല. കാരണം അച്ഛൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയതിനു ശേഷം നമ്മൾ കുട്ടേട്ടനെ വിളിച്ചു കേട്ടോ. ഞങ്ങളിത് അവിടെ പോകുന്നുണ്ട്, ഇപ്പോൾ കുട്ടേട്ടനെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവാണ്. അല്ലൂട്ടൻ എന്തായാലും ഉണ്ണിയച്ഛൻ്റെ കൂടെ തൂങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ പിന്നെ കുട്ടേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇപ്പോൾ ഗൾഫ് ഗോൾഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. വൈകുന്നേരം ആകുമ്പോൾ മുക്കത്തിനൊരു പ്രത്യേക ഭംഗിയാട്ടോ, കാരണം ചുറ്റും നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ നിന്നു. പക്ഷേ അതിൻ്റെ സൈഡിൽ എന്താ കാണുന്നത് 60% ഓഫ് എന്നൊക്കെയോ. ദൈവമേ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഗൈസ്, ഞാൻ അവിടുത്തെ കുറച്ച് പ്രഹസനങ്ങൾ കാണിച്ചതാണ്. അപ്പോൾ ഇത് നമ്മളെ കുട്ടേട്ടൻ വന്നിട്ട്, അപ്പോൾ കുട്ടേട്ടൻ വന്ന് വർത്താനമൊക്കെ പറയാൻ കേട്ടോ. ആ ചേച്ചിക്കുമ്പോൾ എല്ലാവരും അറിയാം, കാരണം നമ്മൾ എപ്പോഴെപ്പോഴും ഇവിടെ വരുന്നതാണല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും പ്രഹസനങ്ങൾ കാണിച്ചു കൊണ്ടേയിരിക്കുന്നു. മുക്കത്തിനും ഭംഗി കൂടട്ടെ, മുക്കത്ത് പോയ മുക്കത്തെ പെണ്ണിനും ഭംഗി കൂടട്ടെ. ഞാൻ മുക്കത്തെ പെണ്ണല്ല, എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെയും ഒക്കെ പറയാം. അങ്ങനെ കുട്ടേട്ടൻ വന്ന് കുട്ടേട്ടൻ ബ്ലോഗിനൊക്കെ താങ്ങി ഇങ്ങനെ പറയും. അപ്പോൾ വയനാട്ടിൽ പോകുന്നുണ്ട്, ഞാൻ അമ്മമ്മനെ അമ്മച്ചനും കാണാൻ പറഞ്ഞിട്ടാണ് കുട്ടേട്ടൻ പറയണത്. ചില അച്ഛൻ്റെ കമ്പനിക്കാരാണെങ്കിലും ഓരെല്ലാവരും വയനാട്ടിലൊക്കെ വന്ന് അമ്മമ്മനെ അമ്മച്ചനൊക്കെ നന്നായി അറിയാം കേട്ടോ. അപ്പോൾ എപ്പോഴും ആണെങ്കിലും ഒരു വിളിക്കാനും ഒക്കെ ഓരോടൊക്കെ വിളിച്ച് സംസാരിക്കാനും. ഇപ്പോൾ ഞങ്ങളെ കാര്യത്തിനാണ്, ഞങ്ങൾക്ക് എന്തൊരു സഹായത്തിനാണെങ്കിലും കുട്ടേട്ടനൊക്കെ വിളിച്ചാൽ വീഡിയോ എടുക്കാൻ. അപ്പം അങ്ങനെ അച്ഛന് കുറേ സുഹൃത്ത് വലയങ്ങളുണ്ട് ഗൈസ്. നമ്മളെപ്പോഴും ഇവിടെ പോയാലും ഒരു സപ്പോർട്ട് പറയാൻ. അപ്പോൾ അല്ലൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവന് വാങ്ങിക്കാൻ പോണ വണ്ടീൻ്റെ കാര്യമല്ല വെച്ച് ഭയങ്കര ഹാപ്പിയാണ് ചെക്കൻ. അങ്ങനെ ഇത് അവനെ ഓടിപ്പാഞ്ഞ് പോകുന്നതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ കളർ ബലൂൺ എന്ന് പറയുന്ന ഷോപ്പ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ മുകളിലും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ പോവുകയാണ് ഗൈസ്. എന്താകും എന്തോ, ഇനി ഇവൻ ഏതെടുക്കും എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാനൊരു ക്യൂരിയോസിറ്റി തരണ്ടേ. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇച്ചിരി തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തേണ്ട താമസം ചെക്കൻ ഓടിക്കേറിയതാ ഈ വണ്ടീൻ്റെ മുകളിൽ അങ്ങോട്ട് കയറിയിരുന്നു കേട്ടോ. ഇത് മതി എന്നും പറഞ്ഞങ്ങ് ഇരുന്ന്. ആ വണ്ടി കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾ മറ്റേ പിക്ക് ആലോചിച്ചു കേട്ടോ. ശരിക്കും ആ ഒരു യെല്ലോ കളറല്ലേ വന്നിരിക്കുന്നത്. എനിക്കൊന്ന് ഇവര് ചെറിയ ബൈക്ക് തൊട്ടിട്ട് എനിക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, ഈ കുഞ്ഞു ബൈക്കുകൾ. അത്ര അല്ല, നമ്മൾ ഈ ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതിരിക്കാൻ വേണ്ടി കുതിരയ്ക്ക് ലാടയൊക്കെ അടിക്കൂലേ, അതുപോലെ ആക്കണ്ടിരുന്നു തുമ്പി എന്താണ് എടുക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് ചന്നം പിന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം സേട്ടായി ആ വണ്ടീൻ്റെ മുകളിൽ പിടിച്ച് അമ്മ എങ്ങനെയുണ്ട് ഒരു ഫോട്ടോ എടുത്തേ എന്നൊക്കെ പറഞ്ഞ് ചാരി നിൽക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ടത്. തുമ്പി ഇപ്പുറത്തുള്ള ബൈക്കിലൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഓളത്ര സൈസില്ലേ പോലും, ഒക്കെ ഓളക്കാളും വലിയ സൈസുള്ള വണ്ടിയാണ് വേണ്ടത്. അങ്ങനെ എല്ലായിടത്തും പോയി വണ്ടിയൊക്കെ ഇങ്ങനെ തിരഞ്ഞ് നോക്കുന്നുണ്ട്. 30 കിലോ തിരഞ്ഞ് നോക്കുകയാണ്. അല്ലൂട്ടൻ അവിടെ കയറിയിരുന്ന പ്രഹസനമാണ്. ഓൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് പോസ് ചെയ്ത് വെച്ചപ്പോൾ അതാ കണ്ടോ, ക്രിഞ്ച് ഒരു പോസൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ കയറി ഇരുത്തി. പക്ഷെ എന്നാലും ഓക്ക് വലിയൊരു തൃപ്തിയൊന്നും വന്നില്ല അവൻ്റെ ബാക്കിലിരിക്കുന്നത് കേട്ടോ. ഒക്കെ സ്വന്തമായിട്ട് അങ്ങോട്ട് ഓടിക്കണം എന്നൊക്കെ ഉള്ളതൊരു ഇതാണ്, ഇത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഇവർ ചന്നം പിന്നെ അങ്ങോട്ടും പിന്നെ ഇതൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ. കാരണം മറ്റേ ബൈക്ക് എന്താ പറയുക, ജീപ്പ് ഓടിച്ചിട്ടേ റിവേഴ്സും അതും ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൻ നന്നായിട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യത്തിൽ എൻ്റെ കുട്ടിയല്ല, അത് വൈശാഖേട്ടൻ്റെയും ഓൻ്റെ അമ്മച്ചൻ്റെയും ഓൻ്റെ മാമൻ്റെയും ഓൻ്റെ ചെറിയച്ഛൻ്റെയും അച്ഛൻ കാർ ഓടിക്കില്ല കേട്ടോ, ബൈക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരുടെയും സ്കില്ല് അവന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ. കാരണം എനിക്കോ ലൈസൻസ് വീട്ടിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാളാണ് ഞാൻ. ഇന്നപ്പുറങ്ങളും ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ആയി പോണ്ട, ഇവരൊക്കെ ചെറുപ്പത്തിലേക്ക് പഠിച്ചോട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഞാനും ഇതുപോലെ എൻ്റെ ബാക്കിലൊക്കെ ഇരുന്നെങ്കിൽ പോവാലോ. ഏത് ദൈവത്തിനറിയാം കുറച്ച് കഴിഞ്ഞ് ഈ ചങ്ങായിൻ്റെയൊക്കെ സ്വഭാവം മാറുമെന്ന്. ഇവരെന്നും വിശ്വസിക്കാൻ പറ്റില്ല മക്കളെ. വലുതായി കഴിഞ്ഞിട്ട് എന്താ സ്വഭാവമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ശരിയാക്കും ഞാൻ. ഇനിയിപ്പോൾ എന്നെ നോക്കിയില്ലെങ്കിലും വേണ്ടിയില്ല, ഓനോൻ്റെ അനിയത്തിനെ നോക്കിയാൽ മതി, അത്രയേ എനിക്കുള്ളൂ. കാരണം ശരിക്കും ഉണ്ടല്ലോ, പാരൻസിൻ്റെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം എന്താ പറയുക, ബ്രദർ സിസ്റ്റർ അതായത് സിബ്ലിങ്സ് തമ്മിലുള്ള ഒരു ബോണ്ട് നല്ല കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു റിലാക്സ്ഡ് ആയിരിക്കും. കാരണം ഒരുപാട് പേര് അങ്ങനെ ഉള്ളവരും ഉണ്ട്, ഒരുപാട് പേര് അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ നമ്മളെ മക്കളെപ്പം ഇവിടെ എങ്ങനെയൊക്കെ പറഞ്ഞു വളർത്തിയാലും ഓരെങ്ങനെ വളരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ഓരോ മെൻറ്റാലിറ്റിക്ക് അനുസരിച്ചുണ്ടാവും. എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ. എൻ്റെ അനിയത്തിമാരൊക്കെ നല്ലോണം നോക്കണം, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ നന്നായി നോക്കാമെന്നൊക്കെ പറയാം. അടുത്ത നിമിഷം ഉണ്ടാവും എടുത്ത് പാരട്ടി അടിക്കുന്നു. പക്ഷേ എന്നാലും അത് കുഴപ്പമില്ല, വലുതായിട്ട് നല്ലൊരു സ്വഭാവമായാൽ മതിയായിരുന്നു.
അങ്ങനെ ഇതാ തുമ്പമ്മ ഇപ്പം തന്നെ അടി തുടങ്ങി, ഞാൻ കയറട്ടെ പറഞ്ഞിട്ട് രണ്ടാളും കൂടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ എൻ്റെ ഒരു പ്രശ്നം വേണ്ടേ, അതില്ലാതെ എങ്ങനെയാണ്. പിന്നെ ഈ വണ്ടി വേണോ ആ വണ്ടി വേണോ എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ. ഇതിന് ഈ നീലയ്ക്ക് അതിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇതിനേക്കാളൊക്കെ യെല്ലോ ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഏത് വേണം എന്നുള്ളൊരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ യെല്ലോ അങ്ങോട്ട് കൺഫേം ആക്കുകയാണ് ചെയ്തത് കേട്ടോ. ആക്ച്വലി ഇതിന് എത്ര രൂപയാണെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. ഒരു 11,000 റേഞ്ചിലാണ് നമ്മൾ എടുത്തത്. ആൻഡ് ഈ ഒരു സ്കൂട്ടി ഇവക്ക് വേണ്ടി നമ്മൾ നോക്കി. കാരണം അല്ലുവിന് വാങ്ങിച്ചപ്പോൾ പിന്നെ അവൾക്ക് സങ്കടം ഉണ്ടായിട്ട് നോക്കി. പക്ഷേ മക്കളെ ഇവക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ പോക്ക് പോകും. അവൾക്ക് ആക്സിലേറ്റർ കൊടുക്കേണ്ടത് കാണിച്ചു കൊടുത്തു. ആ ആക്സിലേറ്റർ കുട്ടി അങ്ങോട്ട് പിടിച്ചിട്ടൊരു പോക്ക് അങ്ങോട്ട് പോയിട്ട് ബ്രേക്ക് ഒന്നും ഇല്ലതാ എൻ്റെ നേരെയൊക്കെ ഒരു വരുത്തതിന് വന്നീന് കേട്ടോ. അപ്പോൾ അമ്മാതിരി പോക്ക് പോയപ്പോൾ എനിക്ക് പേടിയായി. കാരണം എന്തേ പറ്റി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ എന്തായാലും ഒരു വണ്ടി ഉണ്ടല്ലോ, അത് മതി. ഇനി പോവാം. സ്കൂളിലൊക്കെ പോകുമ്പോൾ തുമ്പിക്ക് ഒന്ന് ഓടിച്ചൊക്കെ നോക്കാമല്ലോ. ഇത് തീരെ സേഫ് അല്ല തുമ്പിക്ക് അങ്ങനെ തോന്നിയിട്ടോ. കാരണം കുറച്ചുകൂടെയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കൊടുക്കാം. ഇപ്പോൾ കണ്ടോ ഇങ്ങനെ പോവുക, അവളൊരു ബ്രേക്കൊന്നും ഇല്ലാതെ പോവുക. അപ്പോൾ എനിക്ക് പേടിയായി പോയി മൊത്തത്തിൽ. അതുകൊണ്ട് ഞങ്ങളതങ്ങ് ക്യാൻസൽ ചെയ്തു. കാരണം അല്ലെങ്കിൽ ഇത് ഞങ്ങളിന്ന് വാങ്ങിയേനെ. അപ്പോൾ ആരൊക്കെ ചോദിച്ചായിരുന്നു അല്ലൂസിന് മാത്രമേ ഉള്ളൂ ചേച്ചി തുമ്പിക്കില്ലേന്ന്. രണ്ടുപേർക്കും കൂടെ ഇപ്പോൾ വാങ്ങിക്കണ്ടല്ലോ, നല്ലൊരു റേറ്റ് തന്നെ മറ്റേനുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇത് വേണ്ട, അത് മതി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ തുമ്പമ്മയ്ക്ക് ഇത് നോക്കിയിരുന്നു കേട്ടോ. അമ്മ ഇത് നല്ലതാണോ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവള് പോകുന്നുണ്ട്, പക്ഷെ നിർത്തുന്നില്ല. ഇന്നെ പോലെ തന്നെ ഞാനും വണ്ടി ഓടിക്കും. വലിയ വണ്ടിയൊക്കെ ഓപ്പോസിറ്റ് വന്നാൽ ഞാൻ കയ്യും കാലും വിട്ട് അങ്ങ് നിൽക്കും. ബ്രേക്കൊന്നും പിടിക്കില്ല, ആരാച്ചെടുത്തോളിയോ എന്നുള്ള മട്ടിൽ കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടല്ലോ അത് അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് താന്ന് കൊടുക്കൊന്നുമില്ല. ഞാൻ വണ്ടി ഓടിച്ച് പഠിക്കും ഗൈസ്. എന്നിട്ട് മറ്റേ സിനിമയിൽ ഇന്നസെൻ്റ് പറഞ്ഞ എൻ്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ വന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരിക്കലും കാണാം. അങ്ങനെ ഞങ്ങൾ ആ വണ്ടിയിൽ നിന്ന് മാറി തുമ്പീനെ ചെറിയ വണ്ടിയിലേക്ക് ആക്കിയത്. സംഭവം ഇവളെക്കാളും ചെറിയ മക്കൾ ഓടിക്കുന്നതാണ്. 3 ചക്ര വണ്ടി ഉണ്ടല്ലോ, നമ്മളൊക്കെ അതാണല്ലോ ഓടിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ മക്കൾക്കല്ലേ 11,000 12,000 20,000 ഒക്കെ വണ്ടി. നമുക്കാകെ എന്താ ഉണ്ടായത്, 3,000 രൂപേൻ്റെ 3 ചക്ര വണ്ടി ഉണ്ടാവുന്നു അല്ലേ. ഉണ്ണിച്ച കുറേ ശ്രമിച്ചു നോക്കിട്ടോ. അവൾ അങ്ങനെ ഓടിക്കാൻ അവൾ ചവിട്ടുന്നില്ല. അവൾ ഉന്തി ഉരുണ്ട് പോകാന്നല്ലാതെ ചവിട്ടുന്നില്ല. ഒക്കെ ചവിക്കാൻ എന്നപ്പോൾ തന്നെ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. മേലടങ്ങുന്നത് കുട്ടിക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അങ്ങനെ കുട്ടിക്ക് അതും ഇഷ്ടമായില്ല. കുട്ടി ഇങ്ങനെ മാറി എല്ലാത്തിനും കയറിയൊക്കെ ഉണ്ട്. ഉണ്ണിച്ച അതൊക്കെ ഓടിച്ച് നോക്കിയത് ഏതെങ്കിലും ഒന്ന് ഓടിക്കുകയാണെങ്കിൽ വാങ്ങിക്കാൻ വെച്ചിട്ട്. പക്ഷേ ഒന്നും 30ക്ക് നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ. കാരണം ഇതുപോലത്തെ ഒരു സൈക്കിള് ഇവളെ 1ാമത്തെ പിറന്നാളിന് എൻ്റെ അച്ചച്ച വാങ്ങിയത് ഇതുപോലത്തെ അല്ല, ഇതിനേക്കാൾ വലിയൊരു സൈക്കിളായിരുന്നു. അത് വീട്ടിൽ ഇപ്പോഴും ഒന്നും അനങ്ങാതെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അത് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ വേണ്ടാന്ന്. പക്ഷേ തുമ്പി അവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. തിരിച്ച് വരുന്ന സമയം വരെ ഇറങ്ങുന്നുണ്ടായില്ല കേട്ടോ. ഓളെ ഒന്തിയും കൊണ്ട് നടക്കുകയെന്ന് ഉണ്ണിച്ച് വീണ്ടും ഇവള് ഈ വണ്ടി കയറിയിട്ടോ. പിന്നെ എൻ്റെ നേരെ ഒരു വരുത്തത് കൊണ്ടോ ഇങ്ങനെ അങ്ങ് വന്നോട്ടോ. അപ്പോൾ എനിക്ക് പേടിയാവുക. കാരണം വീട്ടിലൊക്കെ അച്ചച്ചനൊക്കെ ഉള്ളത്. അച്ചച്ചനാകുമ്പോൾ ഈ വണ്ടി വരുമ്പോൾ നമ്മളൊക്കെയാണ് ഓടി രക്ഷപ്പെടും. അച്ചച്ചന് ഓടാൻ പറ്റൂലേ. അതുകൊണ്ട് പിന്നെ അവസാനം വീട്ടിനുള്ളിൽ തന്നെ ആക്സിഡൻ്റ് ആയി ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേണ്ടത്. അങ്ങനെ അതാ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചതിലൊക്കെ കയറ്റി 2 മുരണ്ടലൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തിയപ്പോൾ ഒക്കെ ഒരു സമാധാനം. അങ്ങനെ അപ്പോൾ എന്തായാലും വണ്ടിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയുമ്പോൾ ഈ വണ്ടി അങ്ങോട്ട് എടുക്കാൻ പോവുകയാണ്. ഇനി ഇതിൻ്റെ ഒരു ലോഞ്ചിങ് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെയുള്ളൊരു പ്ലാനിൽ അങ്ങനെ നമ്മളിരുന്നതാണ് കേട്ടോ. അങ്ങനെ മക്കളെ അവർ ഹാപ്പി, ഞാനും ഹാപ്പി, എല്ലാവരും ഹാപ്പി. എന്തായാലും അമ്മയുടെയും ഉണ്ണിയച്ഛൻ്റെയും ഈ ഗിഫ്റ്റ് എന്തായാലും അല്ലൂട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എപ്പോഴാണ് ഓടിക്കുക അത് ഞാൻ വീട്ടിലെത്തി ഓടിക്കൂട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. തുമ്പമ്മേനെ ഇപ്പോൾ പോകുമ്പോഴത്തേക്ക് എന്താകും അവസ്ഥ എന്നറിയില്ല. അവൾ ആ വണ്ടിയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഉണ്ണിയച്ഛൻ ഒരു നേരം ഇരുന്നിട്ടില്ല, ഫുള്ള് ഇവരെ പിന്നാലുള്ള കറക്കായിരുന്നു. അങ്ങനെ ഇതാക്കേണ്ട 2 കണ്ണുകൾ അവിടെ നിന്ന് കത്തുന്നത് കണ്ടോ. ഇവിടെ അല്ല കേട്ടോ, അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഞ്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, എനിക്ക് ആ ഒരു ഷോറൂം തന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഐറ്റംസ് എല്ലാം നല്ല ഐറ്റംസാണ്. അത്യാവശ്യം ഒരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണുള്ളത്. തുമ്പമ്മ ഞാൻ കമൻറ്റൊക്കെ കണ്ടായിരുന്നു. അല്ലൂട്ടനാണ് ഗിഫ്റ്റ് വാങ്ങിയെങ്കിൽ തുമ്പമ്മേൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരം തന്നെയെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടായിരുന്നു. ആക്ച്വലി സത്യമാണ് കേട്ടോ. ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ തുമ്പി വൻ പോസിങ് ആയിരുന്നേ. ഒരു യോ കാണിക്കുമ്പോളേ എന്നൊക്കെ പറഞ്ഞപ്പോൾ വൻ യോ കാണിക്കലോ, ഭയങ്കര ആറ്റിറ്റ്യൂഡ് കാണിക്കലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ മറന്നുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ 2 പേർക്കും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. എന്തായാലും അടിപൊളിയായി ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുന്നുണ്ടോ തെറ്റിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ ഇതാ അല്ലൂട്ടൻ ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. അങ്ങനെ അല്ലൂട്ടൻ ഇത് മാസമായിട്ട് പോയിട്ട് കയറി ഒരു ഇളിഞ്ഞൊരു ഇരുത്തം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു വെച്ചു കേട്ടോ. കാരണം ഏതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ്. പക്ഷേ ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ, കുറേ കാലം കഴിയുമ്പോൾ അല്ലൂസിന് കാണാൻ ഒരു രസമല്ലേ അല്ലേ. അങ്ങനെ തുമ്പമ്മ അമ്മേൻ്റെ ഉക്കത്തിൽ നിന്നതൊക്കെ നോക്കി കാണുന്നുണ്ട് കേട്ടോ. അവൾക്ക് എപ്പോഴാണ് തെറ്റാന്ന് പറയാൻ പറ്റില്ല. തെറ്റിക്കഴിഞ്ഞാൽ വൻ തെറ്റലാരിയാണ്, ഭയങ്കര പിണക്കക്കാരിയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ അല്ലൂട്ടൻ അടിപൊളിയുണ്ട്. അതിൻ്റെ ലൈറ്റൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ നമ്മൾ വാങ്ങിച്ചത് അതേപോലെ ഞങ്ങൾ കൊണ്ടുവരില്ല. ഓരോക്കെ ഒന്ന് കണക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ സെറ്റാക്കിയിട്ടാണ് നമുക്ക് തന്നത് കേട്ടോ. സോ നല്ലൊരു കസ്റ്റമർ സർവീസും ആയിരുന്നു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല അടിപൊളി ഇതുപോലത്തെ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നേരെ മുക്കത്ത് ഗൾഫ് ഗോൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ കട വരുന്നത്.
വരുന്നത്. പിന്നെ ഇതാ ഞാൻ അവിടെ ക്യാമറ വെച്ചിട്ട് ഓടിപ്പോയി ഞാനും പോസ് ചെയ്തിട്ടോ. കാരണം ഞാനും വേണ്ടേ, ഞാൻ ക്യാമറേൻ്റെ അപ്പുറത്തായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അവിടെ പോയി വീണ്ടും ഞാൻ എൻ്റെ ക്യാമറ തന്നെ എടുത്തു. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുത്ത് കഴുകി വെക്കുന്നു പറഞ്ഞ പോലെ ഞാൻ തന്നെ ക്യാമറ വെക്കുന്നു, ഞാൻ തന്നെ പോസ് ചെയ്ത് ഓടി വരുന്നു, ഞാൻ തന്നെ എടുക്കുന്നു. അങ്ങനെ അല്ലൂട്ടൻ്റെ കുറച്ച് സർഗാത്മകമായിട്ടുള്ള അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ കുറച്ച് വായിൽ വെള്ളി വരുന്നടേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് പിന്നെ ഇതാ ഞാനും കൂടെ നിന്നിട്ട് കുറച്ച് കൊപ്രായങ്ങൾ കാണിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്താലും കൊപ്രായങ്ങളാണല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം മെല്ലെ ഇനിയിപ്പോൾ പോരണം. പക്ഷേ എനിക്കൊരു പേടിയെന്ന് വെച്ചാൽ ഇത് കാറിൽ കൊള്ളുമോ ഇല്ലയോ എന്നുള്ളതാട്ടോ. അങ്ങനെ ഞാനില്ലാതെ നിങ്ങൾ നിൽക്കലിടാന്ന് പറഞ്ഞിട്ട് തുമ്പി ഓടി വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റായി ഗൈസ്. ഇനി നമ്മൾ തിരിച്ചു പോകണം. ഇത് കാറിൽ കൊണ്ടാൽ നമ്മൾ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലയോ അറിഞ്ഞൂടാ. തുമ്പി ചോദിക്കുന്നുമല്ലേ നമ്മളിനി എന്താ ചെയ്യൂ, അങ്ങനെ തുമ്പി ചോദിക്കട്ടോ. നമ്മളിനി എന്താ ചെയ്യൂ അറിയില്ല. അങ്ങനെ നമ്മളിവിടുന്ന് കുത്തിന്ന് കുറേ വീഡിയോ ഫോട്ടോ തന്നെ കേട്ടോ. താഴെ ബില്ലടിക്കാൻ പോയ ചെക്കന്മാരായിരിക്കുന്നുണ്ട്. ഇവരിപ്പോൾ എന്തായി കാണിക്കുന്നത്? കാരണം ലോഞ്ചിങ്ങിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്നും നടക്കണില്ലല്ലോ, വരുന്നത് കാണുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ താഴെ ഇനി ബില്ലിംഗ് ആണ്, ലോഞ്ചിങ് കഴിഞ്ഞാൽ ബില്ലിംഗ് ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വാങ്ങിച്ചു. അല്ലൂട്ടനാണെങ്കിൽ അതാ കണ്ടോ അവിടെ നോക്കിയ വണ്ടി ഒഴിഞ്ഞൊഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ നിൽക്കാമല്ലോ. അപ്പോൾ ഞങ്ങളെ കൂടെ വരില്ലേ എന്നുള്ള ഡൗട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ അവിടുന്ന് ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ പുറത്തിറങ്ങണം. അപ്പോൾ ഈ വണ്ടി അവിടെ കയറ്റാൻ കഴിയുമോ എന്നുള്ളത് ആദ്യം നോക്കട്ടെ എന്നാണ്. കാരണം അപ്പോൾ ആ കാർ അപ്പുറത്തുള്ളത്, അപ്പോൾ അത് എടുത്തിട്ട് വരണം, എന്നിട്ട് അതിൽ കയറ്റാൻ പറ്റുമോ നോക്കണം. അല്ലൂട്ടനാണെങ്കിൽ ഇതിങ്ങനെ അമ്മേ അത് ഇപ്പം തന്നെ കൊണ്ടുപോയിട്ട് ഇപ്പം തന്നെ ഓടിക്കില്ല. കാരണം ഇത് പാടെ കൊണ്ടുവച്ചാൽ ഞാൻ ഉണ്ണച്ചൻ്റെയും അമ്മേൻ്റെയും കൂടെ നമ്മൾ വീട്ടിലേക്ക് പോകും, ഐ മീൻ ചെറുപ്പയ്ക്ക് പോകും. അപ്പോൾ ഇവൻ ഈ വണ്ടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരില്ലേ എന്നൊക്കെയുള്ളതായിരുന്നു ഞങ്ങളുടെ ഡൗട്ട് കേട്ടോ. പക്ഷേ നമ്മൾ ആകുലതപ്പെട്ടതുപോലെ തന്നെ ആയിപ്പോയി. വണ്ടി കാറിൽ കയറ്റാൻ പറ്റിയില്ല ഗൈസ്. കാരണം കാറിൽ ഡിക്കിയിൽ അത്ര സ്പേസ് ഉണ്ടായിരുന്നില്ല. വണ്ടി അത്യാവശ്യം സൈസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ കയറ്റാൻ പറ്റിയില്ല. അതൊരു റിസ്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിൽ ഡെലിവറി ചെയ്ത് ചോദിച്ചു. അങ്ങനെ അവർ ഡെലിവറി ചെയ്ത് തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ആദ്യം അല്ലൂട്ടനെ പറഞ്ഞിതാക്കാൻ ഭയങ്കര പാടുപെട്ടു. ഞങ്ങൾ പറഞ്ഞ് ഒരു പെയിൻ്റ് അടിക്കണം, പിന്നെ ഹെൽമെറ്റും ലൈസൻസും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ചെക്കനെ പറഞ്ഞ് പറ്റിച്ച് ഒരു വിധത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ സാധനം കൊണ്ട് പുറത്തിറങ്ങിയത്. അപ്പോഴത്തേക്ക് ഇതാ ഈ നേരമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളല്ലേ ഏതെങ്കിലും കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കട ഇറക്കാൻ നേരത്തെ പുറത്തിറങ്ങാറുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി അങ്ങനെയാണ് ഗൈസ്. പിന്നെ എന്താ പറയുക, ഇവിടെ വന്നിട്ടുള്ളവർ പുറത്ത് കിടക്കുക എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നവരെ ഞങ്ങൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ വെച്ച് നോക്കി, നടക്കണില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ ശരി ഞങ്ങൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നല്ല ഒരു കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു. എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നി അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരണ്ടായിരുന്നു. കാരണം ഈ പൊട്ടത്തിൻ്റെ കയ്യിലേക്കാണല്ലോ ഇതൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടായിരുന്നു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ ഡൗട്ട് ഉണ്ടാവും, ചിലപ്പോൾ ഞാൻ വിളിക്കൂട്ടോ എന്ന്. അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞത്. പിന്നെ അതുപോലെ അവരുടെ സർവീസ് ചാർജൊക്കെ എപ്പോഴും ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും തുമ്മുമ്പോൾ നല്ല ഉറക്കമാണ്. ഇതാ അശ്വിനി ഉണ്ടായിരുന്നു. അപ്പോൾ അശ്വിനി ഓളയും കൊണ്ട് അകത്തേ പോയി. അപ്പോഴത്തേക്ക് അമ്മ അവിടെ ചിക്കൻ പൊരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ചിക്കൻ മസാലയൊക്കെ വെച്ചുമ്പോൾ മസാലയൊക്കെ തേച്ചിട്ടിട്ടുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് പോയതായിരുന്നല്ലോ. അപ്പോൾ അത് അമ്മ എവിടെ ഉണ്ടായിരുന്നു. അമ്മ അമ്പലത്തിലൊക്കെ പോയി വന്ന് ചിക്കൻ പൊരിക്കേണ്ടായിരുന്നു. അപ്പോൾ അത് അവരെല്ലാവരും പാടെ ഇരുന്ന് വർത്താനൊക്കെ പറയേണ്ട. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മമ്മേനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അമ്മമ്മേനോട് കുറേ കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും പാടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ കാണുമ്പം ഒരുപാട് സന്തോഷം. ആൻഡ് എനിക്കിപ്പോഴും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോൾ വൈശാഖിൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇവിടെ എല്ലാവരും അതെ എല്ലാവരും വന്നാലും ഒരേ നല്ലോണം ട്രീറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ എൻ്റെ ഫാമിലീനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും ബ്ലെസ്ഡ് ആണ്. അതെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ അച്ഛനാണെങ്കിലും അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്നായി വിളമ്പി കൊടുക്കുക എന്നുള്ളത് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക അതുപോലെ അച്ഛന് ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ഫോണിൽ വീഡിയോ കണ്ട് കിടക്കുന്നതും അതുപോലെ വന്നിട്ടുള്ള അതിഥികൾക്ക് ആഹാരം വിളമ്പി കൊടുക്കുന്നതും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരും. ഈ മമ്പയർ ചെറുപയർ സാധനങ്ങൾ കടല അങ്ങനത്തെ പാക്കറ്റോടെ വാങ്ങിക്കൊണ്ട് നമ്മൾ ഈ പാത്രത്തിലാക്കൂലേ, അത് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ എപ്പോഴും ഞെട്ടും. അമ്മേനോട് ഇങ്ങനെ ചോദിക്കുക, ഈ എൻ്റെ ചാൻസ് കളഞ്ഞില്ലേ ഉഷേ ഈ ഇട്ടില്ലേ എന്നറിയും. അച്ഛനിങ്ങനെ പാത്രത്തിലെല്ലാം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കാണണം, അതിങ്ങനെ അച്ഛനെ തന്നെ ആക്കി വെക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അച്ഛനെ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷം അച്ഛനെ കണ്ടപ്പോഴേക്ക് ഭയങ്കര ഞാൻ ക്യൂരിയസ് ആയിട്ട് നോക്കി നിന്നിട്ടുണ്ട്. കാരണം ഞാൻ കണ്ട എൻ്റെ അച്ഛൻ എന്ന് പറയുന്നതിൽ എൻ്റെ അച്ഛനും അങ്ങനെ പണികളൊന്നും വീട്ടിൽ പണിക്കൊന്നും സഹായിക്കുക അല്ലെങ്കിൽ അമ്മേനൊന്നും സഹായിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അച്ഛനുള്ളത് കൂടുമ്പോൾ അച്ഛൻ്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കേണ്ടിയിരുന്നു കേട്ടോ. അച്ഛൻ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അച്ഛനെ, അതായത് വൈശാഖിൻ്റെ അച്ഛനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. അച്ഛൻ എല്ലാത്തിനും അമ്മേനെ സപ്പോർട്ട് ചെയ്യും, എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ കൂടുതലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ അച്ഛൻ ചെരുപ്പ് കഴുകാൻ അച്ഛൻ തന്നെ കഴുകുക, അല്ലാതെ ഇപ്പോൾ ഭാര്യ കഴുകി കൊടുക്കണം എന്നുള്ളതില്ല. അതുപോലെ ഡ്രസ്സ് അലക്കിയിട്ട് കഴിഞ്ഞിട്ട് അയൽമേലിടാനും അങ്ങനെയൊക്കെ അച്ഛൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും അച്ഛൻ്റെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യും.
ആ കാര്യത്തിലൊക്കെ അച്ഛൻ ഭയങ്കര നല്ലൊരു ക്വാളിറ്റി ആയിട്ടോ. ചിലപ്പോൾ അച്ഛനെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കും. വൈശാഖേട്ടനും കട്ടയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ഓരെന്നെ കൂടുതലും ചെയ്യുക. വൈശാഖേട്ടന് ഇപ്പം ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കണമെന്നോ അല്ലെ ഏട്ടനെ ചെരുപ്പ് അല്ലെ ഏത് ഡ്രസ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വൈശാട്ടൻ തന്നെ ചെയ്ത് ചിലപ്പോൾ ഏട്ടൻ എനിക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തിരുന്നല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കേണ്ടതില്ല. അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അല്ലൂട്ടനെ അങ്ങനെ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചെക്കൻ വരുമായിരിക്കും അങ്ങനെ. അപ്പോൾ എന്തായാലും എല്ലാവരും പാടിയിരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തത് ചപ്പാത്തിയും വെള്ളയപ്പമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അച്ഛൻ പോയി പൊറോട്ടയൊക്കെ വാങ്ങി വന്നിട്ടോ. കാരണം അതും കൂടെ ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോറും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ചിക്കൻ പൊരിച്ചതും അടിപൊളിയായിരുന്നു ഗൈസ്. അതെന്താ അങ്ങനെയെന്നല്ലേ, ഞാൻ എല്ലാ പ്രാവശ്യവും ഓരോരുത്തർ വരുമ്പോൾ ഓരോ രീതിയിൽ ചിക്കൻ പൊരിച്ച് ട്രൈ ചെയ്ത് നോക്കും. ഐ മീൻ അതിൽ മസാല ഇടുന്നത് വ്യത്യാസപ്പെടുത്തി ഓരോന്ന് യൂട്യൂബൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഇത്തവണയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ചോദിച്ചിട്ടോ ചിക്കൻ പൊരിച്ച് നന്നായിട്ട്. കാരണം കുറച്ച് അധികം സമയം അത് സെറ്റ് ആവാനൊക്കെ നമ്മൾ വെച്ചിരുന്നല്ലോ. അപ്പോൾ നല്ല ഭംഗിയെന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അതിൽ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് ഒരു ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ സമയമാവില്ല. ആ സമയമാകുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തൊക്കെ കൊണ്ടുപോകും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പം ട്രൈ ചെയ്യുക അങ്ങനെ ചെയ്യാത്തവർ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇൻ്റെത് ഞാൻ തന്നെ അല്ല, അത് പിന്നെ ആരെ പറയാം. പക്ഷേ സത്യമായിട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഷോപ്പിൽ നിന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി ഡെലിവറി ചെയ്യാൻ. പിറ്റേന്ന് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അവർ അന്ന് തന്നെ കൊണ്ടു തന്നു കേട്ടോ. അപ്പോഴാണ് എൻ്റെ എല്ലൂട്ടനൊരു സമാധാനമായത്. അപ്പോഴാണ് ഞങ്ങൾക്ക് ടെൻഷനായത്. ദൈവമേ ചെക്കൻ ഇത് കണ്ടിട്ട് ഇനി ഇവിടെ നിൽക്കും, എൻ്റെ കൂടെ ചൊറൂപ്പയ്ക്ക് വരില്ലേ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷെ വന്ന് എന്നാലും എൻ്റെ മനസ്സ് ഫുൾ ഇവിടെ ആയിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന് ചോദിക്കാം, അമ്മേ വണ്ടി എവിടെ, വണ്ടിയിലാരും കയറൂലല്ലോ അല്ലേ എന്നൊക്കെ ഒരു 10 വട്ടം ചോദിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് ഇടയ്ക്കാണ് ഇപ്പോൾ ഇവർ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നു നോക്കിയാണ് കേട്ടോ. അങ്ങനെ അവരതൊക്കെ കൊണ്ടു തന്നു. ഫുള്ള് നല്ല എന്താ പറയുക, നമുക്ക് നല്ല സേഫായിട്ട് തന്നെ അവിടെ എത്തിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കസ്റ്റമർ സർവീസ് ഉള്ള നല്ലൊരു ഷോപ്പ് തന്നെ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഐറ്റം എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേക്ക് അല്ലൂസിൻ്റെ മുഖത്ത് ഇങ്ങനെ 100 ബൾബ് കത്തിച്ച് വെച്ചൊരു ഫീലായിരുന്നേ. ഇനി ഇത് കാണുമ്പം ഒരാളുടെ ഫ്യൂസ് കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. ആരാന്നല്ലേ? അച്ചച്ചൻ വിചാരിക്കും ദൈവമേ ഇനി ഇതും കൂടെയാണോ, ഇനി ഇതും കൂടെ വന്നിട്ടുണ്ട് ഞാൻ എങ്ങോട്ട് ഓടണമെന്ന്. അല്ലെങ്കിൽ തന്നെ അവിടെയുള്ള വണ്ടി കൊണ്ട് അച്ചച്ചൻ കാല് മുകളിൽ കയറ്റി കഴിയും. കാരണം എപ്പോഴാണ് വന്ന് കുത്തുകിട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അവിടെ നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട്. അപ്പോൾ അല്ലൂട്ടം കണ്ട കയറി അതിൻ്റെ ഉള്ളിലിരുന്ന് ഓരോൻ്റെ പോക്കും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ പ്രഹസനം വീട്ടിലുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേ. അച്ചച്ചൻ, അച്ചമ്മ, അശ്വനി, ഇളയമ്മ, അതുപോലെ അച്ചച്ചൻ, അങ്ങനെ എല്ലാവരും ഇപ്പോഴാണല്ലോ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും വണ്ടിയൊക്കെ കാണിച്ചു കൊടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ടേന് കേട്ടോ. അപ്പം പിന്നെ ക്ലിയറായിട്ട് നല്ല പ്രോപ്പറായിട്ട് വണ്ടി ശ്രദ്ധിച്ച്, കാരണം പുതിയത് കിട്ടിക്കഴിഞ്ഞാൽ ഓൻ ചെരുപ്പ് വരെ ബെഡിൻ്റെ മുകളിൽ വെക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാവുമോ. പിന്നെ കല്യാണീനെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടോ. ഇതാ വണ്ടി വന്നിട്ട് ചെറിയമേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വിളിച്ച് ഹേസ് വന്നാൽ കയറ്റൂലടാന്ന്. കയറ്റും, എന്തായാലും കയറ്റുന്നു. കല്യാണിനെ പറ്റി കുറേ പേര് ചോദിക്കലുണ്ട്. കല്യാണി ഹാപ്പി ആയിരിക്കുന്നതാ, നമ്മളെ കുഞ്ഞ് ബേബി ഇവള് വരും ഈ മാസം. അപ്പോൾ ഇനി അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് ഇവളെ നമുക്ക് കാണാം കേട്ടോ. വൈശാഖേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെങ്ങനെ കാണിച്ചു കൊടുത്തു. കട്ടനെ ഞങ്ങൾ വിളിച്ചിരുന്നു. കട്ട കുറേ കഴിഞ്ഞപ്പോഴാണ് ആഡ് ആയതെന്ന് മാത്രം. അങ്ങനെ ഞങ്ങളെപ്പോഴും വൈശാഖിനെയും കളിയാക്കൂട്ടോ. ഈ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് വൈശാഖിനും ഹേസും മാത്രമാണ് അട്ടം നോക്കി നിൽക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും കിടന്നായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു അമ്മ പെറ്റ് കുട്ടികളെ പോലെ കണ്ടോ അട്ടം നോക്കിയിരിക്കുന്നതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കൂട്ടോ. അങ്ങനെ നമ്മളിതാ ഹേസു ബേബീനെ ഇങ്ങനെ കാണൂട്ടോ. അത് ഭയങ്കര കളിയാണ്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഊരൊക്കെ പൊക്കി ഇങ്ങനെ എടുക്കാനൊക്കെ വരും കൈ. ശരിക്കും പറഞ്ഞാൽ കൊതിയാവുന്നുണ്ട് അതിനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ദൂരമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ദൂരത്തായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും പാടെ ഹേസുവിനെ കാണാം. അപ്പോൾ ഇവന് വണ്ടി ഇവിടെയൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ പാർക്കിംഗ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കേട്ടോ. സ്റ്റെയറിൻ്റെ താഴെ അവിടെ ഓൾറെഡി ഞാൻ എൻ്റെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡിൽ ചിലപ്പോൾ തട്ടിയിട്ടിട്ടുണ്ട് കുട്ടികൾ. അപ്പോൾ ഇനി അവിടേക്കാണ് അത് സെറ്റ് ചെയ്യാൻ പോകണം. അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ അപ്പോഴത്തേക്കും തുമ്പം അത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇത് പൊറോട്ട അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. പിന്നെ ഇപ്പം വാശി പിടിച്ചപ്പോൾ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തുള്ളൂ. അതൊന്നും കഴിക്കാൻ നിന്നില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾ പോവുകയായി. അപ്പോൾ ഇനി ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ എന്നാൽ പോട്ടെ എന്നാണ്. കാരണം ഇരുടായിട്ടുണ്ട്. അവിടെ ആമിക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി അവിടെ പോയിട്ട് വേണം ആമിക്ക് ഫുഡൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളെടുത്ത് ഞങ്ങളിതാ പോവുകയാണ് ഗൈസ് വീട്ടിലേക്ക്. ഇനി ഒരു 1-2 ദിവസം അവിടെ. അത് കഴിഞ്ഞ് അമ്മ പോയി കഴിഞ്ഞാൽ അതേപടി ഞാൻ ഇവിടെ തന്നെ എത്തും. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേരുടെ കമൻറ്റ് കണ്ടു. കുറേ പേര് പറഞ്ഞു കേട്ടോ. എന്നുവെച്ചാൽ അമ്മയില്ലാത്ത നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോവുക എന്ന് പറയുന്നത് ഭയങ്കര, നമുക്കങ്ങനെ പോകാൻ തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് കണ്ടു. കാരണം ഒരുപാട് പേരത് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം എനിക്കും അതന്നെ പ്രശ്നം. അമ്മയില്ലാണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകുന്നത് ആലോചിക്കാൻ പോലും വയ്യ. എസ്പെഷ്യലി എൻ്റെ 2 മക്കളും അത്യാവശ്യം നല്ല വികൃതിയുള്ള മക്കളാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനാണ് എനിക്കത് തീരെ എനിക്ക് കഴിയും തോന്നുന്നില്ല. അതാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക്
ഒക്കെ ഇവർ അലമ്പാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാണ് വെച്ചിട്ട് ഞാൻ അങ്ങനെ പോകാറില്ല. അതാണ് കാര്യം. അപ്പോൾ അമ്മ വരുമ്പോൾ ഞാൻ വേഗം പിന്നെ ഓടിപ്പോകുന്ന അമ്മേൻ്റെ കൂടെ നിൽക്കാമല്ലോ എന്നുള്ളൊരിതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പോവുകയാണ് ഗൈസ് വീട്ടിലേക്ക്. അമ്മേനോടും പിന്നെ അശ്വിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ 2 ദിവസം അമ്മയുടെ കൂടെ ആക്ച്വലി അതാലോചിക്കുമ്പം ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ എന്തായാലും വൈശാഖനൊക്കെ വന്നിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷേ അതൊക്കെ എപ്പോഴാണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മേനെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം അമ്മേനെ ആലോചിച്ച് ഞാൻ ഹാപ്പിയാണ്. കാരണം അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളതിൽ പരം എനിക്കതിൽ വേറെ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ അമ്മയും ഉണ്ണിച്ചനും കൂടെ പാലും വീട്ടിലെന്തോ പാലും സാധനം എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അതിനാണ് തുമ്പി കരയണത് അമ്മേനെ വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അല്ലെങ്കിൽ അപ്പം കാണുന്ന അപ്പനല്ല അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ഇവളുടെ. കാരണം എന്താ അത്ര നേരം എങ്ങനെ നോക്കിയാലും വേണ്ടിയില്ല അമ്മമ്മേനെ കണ്ട അമ്മമ്മേനെ മേലേക്ക്, ഇനിയിപ്പോൾ വൈശാട്ടൻ വന്നാൽ വൈശാട്ടൻ്റെ മേലേക്ക്, അങ്ങനെയാണ് കേട്ടോ. നന്ദി എന്ന് പറഞ്ഞതില്ല, എന്നാലും അൾട്ടിമേറ്റ്ലി രാത്രിയാകുമ്പോൾ വരും അമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വരും കേട്ടോ. വാ നീ വാ. അങ്ങനെ എന്തായാലും നമ്മൾ പോണ വഴിക്ക് കുറച്ച് ചിക്കനും വാങ്ങിച്ചു, പാലും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇനി വീട്ടിലാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോൾ അതാ വീട്ടിലെത്തിയ പാടും ഞാൻ സോഫ കവറാണ് നോക്കിയത്. നല്ല അടിപൊളി സോഫ കവർ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. സലൂട്ടിനും തുമ്പിയും ഉണ്ണിയച്ഛൻ്റെ വാലായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മ വന്ന പാടും തന്നെ അത് അടുക്കളയിൽ പോയി മാങ്ങയൊക്കെ കഴുകി മാങ്ങയൊക്കെ മുറിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മാങ്ങയൊക്കെ കഴിച്ചിട്ട് വേഗം ഉറങ്ങണം. പിന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം അതാണ് വരുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് അമ്മയുടെയും ഉണ്ണിയച്ഛൻ്റെയും ഒക്കെ കൂടെ വീട്ടിലുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.